അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. രണ്ടാമതും സൂഫി ഇസ്ലാമിക് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മണ്ണാറക്കാട് അമ്പംകുന്ന് ബീരാനൗലിയപ്പാപ്പാന്റെ അവിടെ ഇവര് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത് പൊളിച്ചു മാറ്റുകയാണ്, അവിടുന്ന് ഒഴിവാക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവരുടെ ശരിയായ വാദം എന്താണെന്നുള്ളത് ജനങ്ങള് മനസ്സിലാക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് എടുത്തു മാറ്റി ഒഴിവാക്കി പോകാൻ പറഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവരുടെ ഗൗരവമായ ഒരുപാട് വാദങ്ങളുണ്ട് കേട്ടോ. അതിൽ കഴിഞ്ഞതിൽ ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നുമ മാത്രമാണ് ഇവരിപ്പോ പത്രസമ്മേളനത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനമായ ഒരു വാദം: മതം വെടിയുക, മനുഷ്യനാകുക. ഒന്ന് നിങ്ങൾ കേട്ടോക്കി. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെന്റിന്റെ കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മതത്തിന്റെ ഒരു നിയമങ്ങളും പാലിക്കാത്ത സൂഫികൾ എന്നായി ഇപ്പൊ ഇതിന്റെ അർത്ഥം. അപ്പൊ എല്ലാ മതങ്ങൾക്കും എതിരെയാണ് ഇവർ വരുന്നത്. പക്ഷെ ഇവരുടെ വൈലോയില് ഇസ്ലാം മതത്തിനെതിരെ വരുള്ളൂ എന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ മതങ്ങളും, കാരണം മതങ്ങൾക്കൊക്കെ നിയമം ഉണ്ടല്ലോ. കാരണം പ്രധാന മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അതിന്റെ നിയമമാണ് ശരീഅത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഖുർആനുണ്ട്, ഹദീസ്, സുന്നത്ത് ഉണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്. ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു പറ്റ സൂഫികൾ, അതാണ് മതമില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ഇനി ഹിന്ദുമതം എടുക്കുക. ഹിന്ദുമതം എടുക്കുമ്പോൾ അവിടെ ധർമ്മശാസ്ത്രം ഉണ്ട്, അതില് വേദങ്ങളുണ്ട്, സ്മൃതികളുണ്ട്, ധാരണ മനുസ്മൃതി പോലത്തതൊക്കെ ഉണ്ട്, പുരാണങ്ങളുണ്ട്. ഇതൊക്കെ ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന, എന്നാലോ മനുഷ്യത്വം ലോകത്തോട് വിളിച്ചു പറയുന്ന ആ മതത്തിന്റെ പുരാണങ്ങളാണ്, ആ മതത്തിന്റെ നിയമങ്ങളാണ്. അപ്പൊ ഇതും സൂഫി ഇസ്ലാമിക് ബോർഡിൽ മെമ്പർമാർക്ക് ബാധകമല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത നിയമം എടുത്താലോ, അടുത്തതെടുത്താലോ ക്രിസ്തുമതം. ക്രിസ്തുമതത്തിൽ ഇപ്പോ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാനോൺ നിയമം, സഭാ നിയമം, അതിൽ ബേസിക് ആയിട്ട് ബൈബിള്, അതുപോലെ തന്നെ സഭാ പാരമ്പര്യങ്ങൾ ആയിട്ട് ഉൾക്കൊണ്ടു പോരുന്ന നിയമങ്ങൾ, ഇതൊന്നും സൂഫി ഇസ്ലാമിക് ബോർഡിലെ മെമ്പർമാർക്ക് ബാധകമല്ല. കാരണം മതം വെടിയണം, എന്നിട്ട് മനുഷ്യനാകണം, അതാണല്ലോ. ഇനി ജൂതമതം എടുത്തു നോക്കുക. ജൂതമതത്തിൽ ഇപ്പൊ ഹലാക്ക എന്ന് പറഞ്ഞിട്ട് അവരുടെ മതനിയമം, അതിൽ തോറുണ്ട്, അതുപോലെ തന്നെ താമൂദ് ഉണ്ട്. ഇതൊന്നും അംഗീകരിക്കുന്ന ആളുകളെ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ മെമ്പർമാരാക്കൂല. മനസ്സിലായോ? ഇനി വേറെ നമ്മൾ ബുദ്ധമതം എടുക്കുകയാണെങ്കിൽ അവിടെ വിനയ പിടകം എന്ന് പറഞ്ഞിട്ട് ത്രിപിടകം അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ മതനിയമങ്ങളാണ്. ഇത് അംഗീകരിക്കുന്നവരെയും സൂഫി ഇസ്ലാമിക് ബോർഡിലെ മെമ്പർമാരാക്കൂല. ഇനി സിഖ് മതം എടുക്കുകയാണെങ്കിലോ അവിടെ സിഖ് രേഹത്ത് മര്യാദ എന്ന് പറഞ്ഞിട്ട് അവരുടെ മതനിയമം പറയുന്ന ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന അവരുടെ ബേസ്ഡായ നിയമങ്ങളുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യൂല, ഇവർ അംഗീകരിക്കൂല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു തെരീക്കത്തിൽപ്പെട്ട ഒരാള് ചോദിച്ച്, ഇയാൾ എന്തിനാണ് ഇതിനൊക്കെ എതിർക്കാൻ വേണ്ടി പോകുന്നത്? സൂഫികൾക്ക് യഥാർത്ഥത്തിൽ മതമില്ലല്ലോ എന്നൊക്കെ. ഇനി ആ ഒരു വാദം നമ്മൾ അയാൾക്ക് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക, അങ്ങനെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവരോട് നമുക്ക് ചേച്ചി ചോദിക്കാനുള്ളത്, സൂഫി ഇസ്ലാമിക് ബോർഡ് എന്തിനാണ് ഇസ്ലാമിക ആശയധാരകളെ മാത്രം എതിർക്കുന്നത്? നിങ്ങളെല്ലാ മതങ്ങളുടെയും മൗലികമായ വാദങ്ങളെ എതിർക്കി. നിങ്ങളിപ്പോ ഇവരുടെ ബൈലോ പുറത്തുവിടാൻ പറഞ്ഞിട്ട് ഇവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. മനസ്സിലായോ? ആ ബൈലോ തരാൻ പറഞ്ഞിട്ട് പലവരോട് ആവശ്യപ്പെട്ടിട്ട് ഇവർ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞ സാധനം ബൈലോ അല്ലാത്തതാണെന്ന് ചില ആളുകൾ പറഞ്ഞു. നിങ്ങൾ ഒറിജിനൽ ബൈലോ കാണിക്കേ. ഈ ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു ആശയങ്ങളെ ബൈലോയിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ കാണിക്കേ. എന്നിട്ട് ഇവര് കേരള ഘടകത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു PDF റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നുണ്ട്. ഇവരുടെ ബൈലോ അല്ല കേട്ടോ.
സൂഫിത്വത്തെ കുറിച്ചുള്ള ചിന്തകൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫയുടെ അനുയായികൾക്ക് നൽകിയ അധ്യാപനങ്ങളിലും പിന്നീട് 12ാം നൂറ്റാണ്ടിൽ ഇബ്നു അറബി പ്രബോധനം ചെയ്ത വഹദത്തുൽ വജൂദിന്റെ തത്വചിന്തകളിലും വേരൂന്നിയ സമ്പ്രദായമാണ് സൂഫിസം. ചോട്ടെ, ഇവർക്ക് ആരത് പഠിപ്പിച്ചു കൊടുത്തത്? ഹുസൈനി ബ്രാഹ്മണന്മാരാണ് ഇവരെ നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ജനാബ് മൻസൂർ ഖാൻ സാഹിബാണ് ഇതിൻ്റെ ദേശീയ പ്രസിഡന്റ്. അതേപോലെ തന്നെ ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽപ്പെട്ടവരാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ. ഈ ഹുസൈനി ബ്രാഹ്മണന്മാരിൽ ഇവരിലേക്ക് എത്തി ചെല്ലുന്ന ഇവരുടെ ശൈഖാര, ഇവർക്ക് എവിടുന്നത് കിട്ടിയത്? ഗ്രന്ഥങ്ങളിൽ നിന്നല്ലേ കിട്ടുള്ളൂ. ഇവരുടെ ആത്മീയ ഗുരുവാര? ഹുസൈനി പരമ്പരയിൽ ഇവർക്ക് ഇപ്പൊ നേതൃത്വം കൊടുക്കുന്ന ഇവരുടെ ആത്മീയ ഗുരുവായിട്ട് ഇവർ എണ്ണുന്ന മൻസൂർ അലിഖാനെ പോലത്തെ ആളുകളുടെ ആത്മീയ ഗുരുവാരാ? അവർക്ക് എവിടുന്നാണ് ഈ ആശയം കിട്ടിയത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പാരമ്പര്യമാണ് നിങ്ങൾക്ക് എവിടുന്ന് ഇത് കിട്ടി? ഗ്രന്ഥങ്ങളിൽ നിന്നാണോ ആത്മീയ ഗുരുക്കളിൽ നിന്നാണോ? അങ്ങനെയാണ് നിങ്ങൾ ആത്മീയ ഗുരുവാരാ? സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അത് അനിവാര്യമാണ്. എന്നിട്ട് ലോകത്തെ മതമൗലികവാദത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക, വെറുതിലെഴുതുക. ശരി, ഓക്കെ, മതമൗലികവാദത്തിൽ നിന്ന് മോചിപ്പിക്കണം, ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മതമൗലികവാദത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിക ആശയധാരകളെ എതിർക്കുന്നു പറഞ്ഞത്? ഇസ്ലാമിൽ മാത്രമേ മതമൗലികവാദമുള്ളൂ എന്നാ നിങ്ങൾ പറയണം. മറ്റു മതങ്ങളിൽ ഇതുപോലെ ഈ മതനിയമങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സഹോദരന്മാരിൽ ഈ മൗലികവാദം ഇല്ലേ? അതിനെ നിങ്ങൾ എതിർക്കൂലേ? അതിനെ നിങ്ങൾ എതിർക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ബൈലോയിൽ അത് പറയുന്നില്ല? പിന്നെ എവിടെയാണ് നിങ്ങൾ മതം വെടിയുക എന്ന് പറയുന്നത്? മതം വെടിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിയറി പോകുന്നത് ഇസ്ലാമിനെ വെടിയുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് ഈ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ കള്ള സൂഫികളുടെ പരിപാടികളിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഇവരെ എതിർത്തിട്ട് ഇങ്ങനെ വന്നപ്പോ രസതല്ല, ഇവരെ എതിർത്ത് വന്നപ്പോ ഇവര് മക്കാമുകളിലൊക്കെ കയറി കൂടാൻ തുടങ്ങി. കാരണം കുറച്ച് ആളുകളെ കിട്ടണമല്ലോ. മതം വേണ്ടെന്നാണ് ഇവരുടെ വാദം. എന്നാലും മതത്തിന്റെ ആളുകളിൽ ഇപ്പൊ ഇവർക്ക് കിട്ടുള്ളൂ, അതല്ലാത്ത ആളുകളെ കിട്ടൂലല്ലോ. അപ്പൊ കുറച്ച് മക്കാമിലൊക്കെ പോയി സിയാർത്ത് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇവരുടെ പിന്നെ ഓഫീസ് ഉദ്ഘാടനത്തില് അള്ളാഹു അക്ബർ എന്നുള്ള തെക്ബീറൊക്കെ വിളിച്ച് നല്ല അസ്സല് ദുആ നടത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓഫീസ് ഉദ്ഘാടനം ചെയ്ത്. ഇത് മതല്ലേ? നിങ്ങളുടെ സൂഫി ഇസ്ലാമിക് ബോർഡ് വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു സംഗതി, മുത്തനബിയുടെ കാലം മുതൽ എന്നെ മതത്തിന്റെ വക്താക്കളായ എല്ലാവരും ഒരു സംഗതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. അത് മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതാണ്. അതൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഇനി എന്തിനാണ് നിങ്ങളുടെ ഒരു സൂഫി ഇസ്ലാമിക് ബോർഡ്? നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണില്ല. എന്നിട്ട് മതം വെടിയുക എന്ന് പറയാ. എന്നിട്ട് മതം വെടിയുക എന്ന് പറഞ്ഞതിൽ നിങ്ങൾ എതിർക്കുന്ന മതം ഏത്? ഇസ്ലാം മാത്രം. ഇത് തനിച്ച ഷിയായിസമാണ്, അതുപോലെ തനിച്ച ജൂതായിസമാണ്, അതുപോലെ തന്നെ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. എല്ലാ മതങ്ങളുടെയും മൗലികവാദങ്ങളെ എതിർക്കാൻ സൂഫി ഇസ്ലാമിക് ബോർഡിലെ മെമ്പർമാർക്ക് ധൈര്യം വരൂല, അതിനെ എതിർക്കൂല. എന്നാലോ മതമില്ല എന്ന് പറയും ചെയ്യും. അതോടൊപ്പം തന്നെ മതമില്ല എന്ന് പറയലോടുകൂടെ നമ്മൾ ഇസ്ലാമിലുള്ള മതമൗലികവാദങ്ങളെ എതിർക്കുള്ളൂ. എങ്ങനെയുണ്ട് ഇവര് ഉദ്ഘാടനം ചെയ്യുമ്പോ ദുആ ചെയ്യുന്നത്? ആ വീഡിയോ ഉണ്ടോ? നിങ്ങൾ കണ്ടോക്കി. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم. യാറ് മൂടുന്നുണ്ട് ഇവരുടെ പ്രസിഡന്റും ഇവരുടെ സൂഫി ഇസ്ലാമിലെ മെമ്പർമാരൊക്കെ. ഇതൊക്കെ ഞങ്ങളെ മതം പഠിപ്പിക്കുന്ന ആശയങ്ങൾ കട്ടെടുത്തിട്ട് മതമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കണം എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ആളുകളെ കിട്ടണം, എന്നിട്ട് മതത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം, പുറത്ത് മതമില്ല എന്ന് പറയണം, എന്നിട്ട് മതത്തിന്റെ ആശയങ്ങളെ എതിർക്കണം. അതിലോ ഇസ്ലാമിനെ എതിർക്കുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും നിങ്ങൾ എതിർക്കൂല. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നയം, നിങ്ങൾ ഇനി മതം ഇല്ല എന്ന് പറഞ്ഞു വന്നാൽ തന്നെ, മതമില്ല എന്ന് പറഞ്ഞു വന്നാൽ തന്നെ എന്ന് നിങ്ങൾ എല്ലാ മതങ്ങളിലുള്ള മൗലികവാദങ്ങളെ എതിർക്കുന്നോ, അന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കേരളക്കരയിൽ അത് വില പോവില്ല.
മനസ്സിലായോ? വില പോകാൻ സമ്മതിക്കൂല ഞങ്ങള്. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അത് നമുക്ക് ബോധ്യമായതുമാണ്. അത് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തും ചെയ്യാം. ഭാവിയിൽ സൂഫി ഇസ്ലാമിക് ഇപ്പൊ SIR ഒക്കെ വരാണല്ലോ. ഭാവിയിൽ സൂഫി ഇസ്ലാമിക് ബോർഡിന്റെ മെമ്പർമാരാവുന്നവർക്ക് പൗരത്വത്തിന് വേറെ രേഖ വേണ്ടെന്നൊക്കെ പറയും. കാരണം നിങ്ങളെ നിലനിൽപ്പ് വേണമല്ലോ നിങ്ങൾക്ക് ഇവിടെ. ആളുകളെ നിലനിൽക്കാനേ സൂഫി ഇസ്ലാമിക് ബോർഡിൽ മെമ്പർഷിപ്പ് എടുത്താൽ പൗരത്വത്തിന് എന്ത് ചെയ്യണ്ട, ഇനി വേറെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട, വേറെ രേഖ ഒന്നും തയ്യാറാക്കണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ ഇതിനെ കൊണ്ടുവരുന്നൊക്കെ നമുക്ക് അറിയാം. അങ്ങനൊക്കെ അജണ്ട ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ത് ചെയ്യുക? സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് മതങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് മനുഷ്യത്വം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടൊന്നല്ല. നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക. ഇതല്ലാത്തൊരു ലക്ഷ്യം നിങ്ങൾക്കില്ല. ഇതിന് മറ്റൊരു വഴിയിലൂടെ. കാരണം എന്താണെന്നറിയോ? ഇന്നിപ്പോ ഇതിന് ലക്ഷ്യമിടുന്ന ആളുകൾക്ക് ബോധ്യമായി ഇസ്ലാമില് സുന്നി, ഷിയ, അതുപോലെ തന്നെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ കുറെ വാദങ്ങൾ ആളുകൾ തമ്മിൽ കുറെ അങ്ങോട്ട് അടിപിടിയാണ്. പക്ഷെ സൂഫികൾ തമ്മിൽ എവിടെ എന്ത് ചെയ്യുന്നില്ല, അടിപിടി കൂടുന്നത് കാണുന്നില്ല. സൂഫി കേന്ദ്രങ്ങൾ ഖാദിരിയ തുരീഖത്തിന്റെ ആളുകളുണ്ട്, റിഫാഇയുണ്ട്, നക്ഷബന്ദിയുണ്ട്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നത് കാണുന്നില്ല. അപ്പൊ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് വന്നു കഴിഞ്ഞാൽ സൂഫിസത്തെയും കൂടി എതിർത്തിട്ട് പരസ്പരം എന്ത് ചെയ്യുക, സൂഫികൾക്കിടയിലും ഒന്ന് തല്ലുകൂടിക്കുക. വിഭജനമാണല്ലോ ഇവിടെ ലക്ഷ്യം. അത് മാത്രമാണ്. അതും അതിൻ്റെ അപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങളും ഗൂഢമായ ലക്ഷ്യങ്ങളും മാത്രമാണ് സൂഫി ഇസ്ലാമിക് ബോർഡിലെ മെമ്പർമാർക്കുള്ളത്. എന്തായാലും അമ്പംകുന്ന് ബീരാനൗലിയപ്പാപ്പന്റെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് ഒഴിവാക്കിച്ച പോലെ, ആ ഓഫീസിനെ എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞ പോലെ, എല്ലാവരെയും ഇവരെ കരുതിയിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥമായ സൂഫി പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി സൂഫികളിലേക്ക് കടന്നു വന്ന് ഇവിടെ സൂഫിസം നിലനിന്നു പോകുന്ന ഒരുപാട് മഹത്തുക്കളായ മശായിഖന്മാരുണ്ട്. അതിന് ഹുസൈനി ബ്രാഹ്മണന്മാരുടെ ഒത്താശയൊന്നും വേണ്ട. അതില്ലാതെ തന്നെ പാരമ്പര്യമായിട്ട് ഇവിടെ സൂഫി ഇസ്ലാമിക് മത നിയമങ്ങൾക്കനുസരിച്ച് ലോകത്ത് മനുഷ്യത്വവും മാനവികതയും ധാർമ്മികതയും കാണിച്ചു തന്ന ഒരുപാട് സൂഫി വര്യന്മാർ ഇവിടെ ഉണ്ട്. ആ സൂഫി വര്യന്മാര് മതമില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ടീമാണെന്ന് അറിഞ്ഞു വരണ്ട. കാലങ്ങളായി മതനിയമങ്ങൾ, അവരുടേതായ ആദർശങ്ങൾ ആ സ്ഥലത്ത് അതിനെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു പോന്നവരാണ് എന്ന് മനസ്സിലാക്കി ഈ സൂഫി ഇസ്ലാമിക് ബോർഡിനെ നേരെ എടുത്ത് വലിച്ചെറിയണമെന്ന് എല്ലാവരോടും നമ്മൾ ഉണർത്തുകയാണ്. ഇവരെ എവിടെ വന്നാലും ഇവരെന്ത് ചെയ്തോളാം, നമ്മൾ ഓടിച്ചോളാം. ഇവരെ കൊണ്ട് ഇസ്ലാമിനെ തകർക്കൽ മാത്രമാണ് ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.